ഇന്നൊരു നീണ്ട യാത്രയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ചാവക്കാടേക്ക്. ചാവക്കാട് സത്യത്തിൽ എൻ്റെ ടെറിട്ടറി അല്ല. എനിക്ക് കാലിക്കറ്റും മലപ്പുറം വയനാട് മാത്രമാണ് വർക്ക് ചെയ്യാനുള്ളത്. ചെന്നിറങ്ങിയ പാടെ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി. എനിക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടല്ല ഞാൻ ഇവൻ്റെ കൂടെ കളിക്കുന്നത്. സംഭവം ഒരു കാലിവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിയാനുള്ള സമയമാണ് ഈ സമയം. ഒന്ന് പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും അവൻ പറന്നുപോയി. അങ്ങനെ ഒടുവിൽ ചാവക്കാട് വർക്കെല്ലാം തീർത്തിട്ട് ഞാനൊരു 11:45 അല്ല 12 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴി ഞാനൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിയമം അറിയാവോ എന്ന്. ഈ പോണതാണ് ഐറ്റം. ഇതുകൊണ്ടൊക്കെ അവരെന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരുന്ന വഴിക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഒരു ഹോട്ടൽ തപ്പി നോക്കിയതാണ്. ഒടുവിൽ കിട്ടിയത് വലിയ ഗംഭീരമൊന്നും അല്ലാത്ത ഒരു ഹോട്ടൽ. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇനി അവർക്ക് കഴുകേണ്ട പോലും ആവശ്യമില്ല. അത്രയ്ക്ക് ക്ലീൻ ആയി കൊടുത്തിട്ടുണ്ട്. സംഭവം ടേസ്റ്റ് ആണോ വിശപ്പാണോ എന്നൊക്കെ 2 ചോദ്യമുണ്ട്. പക്ഷെ 2 ഉത്തരമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്തു. ഇന്ന് കോഴിക്കോട് അത്യാവശ്യം നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ എത്തുന്നത് ഇന്നലെ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പക്ഷെ കട അടച്ചിരുന്നു. ലോങ് പോകുന്ന ദിവസം ഒരു 9 മണിക്ക് മുമ്പേ ഞാൻ വീട്ടിൽ കയറാറില്ല. അതുകൊണ്ട് തന്നെ ഇനി സമയം പോക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഒരു സിനിമ കാണാമെന്ന് തീരുമാനിച്ചു. നേരെ അങ്ങ് വിട്ടു ഗോകുലം മാളിലേക്ക്. അതുപോലുള്ള സ്ഥലത്ത് പോയാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസങ്ങളായിട്ട് അല്ല, കുറച്ച് ആഴ്ചകളായിട്ട് ഇറങ്ങിയ ഒരു പടമാണ്. അത് കാണാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ കാണാൻ ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. ടിക്കറ്റൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ സമയം കിട്ടാതെയായി. അങ്ങനെ അത് ആഴ്ചകൾ നീണ്ട് മാസങ്ങളായി. ഇതൊക്കെ ശരിക്കും എന്റെ തോന്നലുകളാണ്. ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അന്ന് എന്നെ കാണാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മാസങ്ങളായി എന്നൊക്കെ തോന്നുന്നത്. പറഞ്ഞപ്പോൾ സിനിമയുടെ പേര് പറയാൻ പറ്റുമോ? ഇന്ന് ഞാൻ കണ്ട സിനിമയുടെ പേര് പ്രകമ്പനം എന്നാണ്. സത്യത്തിൽ ഈ പടം നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ പറഞ്ഞു കണ്ടതുകൊണ്ട് അതങ്ങനെ വർക്കൗട്ട് ആയില്ല. സംഭവം സത്യത്തിൽ 2 മണിക്കൂറേ സിനിമയുള്ളൂ. പക്ഷെ അത് തീരുന്നത് നമ്മൾ അറിയില്ലെന്ന് മാത്രം. അങ്ങനെ ഒടുവിൽ സിനിമയ്ക്ക് കഴിഞ്ഞ് ഞാൻ ഗോകുലമാളിനോട് വിട പറഞ്ഞ് ഏതാണ്ട് ഒരു 9 മണിയോടെ തിരിച്ച് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. സിനിപോളിസിൽ ടിക്കറ്റിനൊക്കെ വളരെ വിലക്കുറവാണെങ്കിലും വേറൊരു കാര്യത്തിന് നല്ല ചാർജ് ഉണ്ട്. അവിടെ നിന്ന് വാങ്ങുന്ന ഫുഡ് ഐറ്റംസിന്, പ്രത്യേകിച്ചും ഈ വെള്ളക്കുപ്പികൾക്ക് 1 ലിറ്റർ വെള്ളത്തിന് 20 റുപ്യാണ് പുറത്ത് ചാർജ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില തിയേറ്ററുകളെങ്കിലും MRP കൂട്ടിട്ട് മേടിക്കാറുണ്ട്. അത് പക്ഷേ ഒരു 10ഓ 20ഓ അല്ലെങ്കിൽ പോട്ടെ ഒരു 50 ഒക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും. ഇത് പക്ഷേ 90 രൂപയാണ് വില. ഇവർ ഈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ആരും വാങ്ങാത്തപ്പോൾ കിട്ടുന്ന ആളെ കൊണ്ട് വലിയ ചാർജിൽ മേടിപ്പിക്കുക എന്നുള്ളത്. അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇവർക്ക് സാധാരണ വില ഇട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെല്ലാവരും മേടിച്ചോളും. അപ്പൊ പിന്നെ അവർക്ക് കൂടുതൽ കച്ചവടം നടക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്നവരുടെ എല്ലാം അണ്ടർവെയർ തുറന്നു നോക്കേണ്ട കാര്യമില്ലല്ലോ.